നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആരണ്യപർവം തുടരുന്നു. രാമായണ കഥാനിവേദനം. അന്നേരം മാർക്കണ്ഡേയൻ തന്നോടു ധർമാത്മജനൻ എന്നോളം ദുഃഖമുള്ളോരുണ്ടായിട്ടുണ്ടോ എന്നാൻ താപസൻ ചിരിച്ചരുൾ ചെയ്തിതു. ധർമാത്മജ, താപം പണ്ടിതിൽ പരം ഉണ്ടായോരുണ്ടു പലർ. പണ്ടു ശ്രീനാരായണൻ മാനുഷനായ മൂലം ഉണ്ടായ ദുഃഖമെല്ലാം കേൾക്ക നീ, ദുഃഖം തീരും. ദേവനാം വിധാതാവു ദേവകളോടും ദേവദേവനാം നാരായണ പാദങ്ങൾ വന്ദിച്ചതു. ദേവബ്രാഹ്മണ മുനി ധർമ്മഭൂമികൾക്കെല്ലാം രാവണൻ തന്നെ കൊന്നു സങ്കടം കെടുപ്പാനായി മനുവംശത്തിൻ മണിവിളക്കം ദശരഥ തനയനായി വന്നു പിറന്നു. ഭഗവാനും അനുജന്മാരുമുണ്ട് മൂവരം അറിഞ്ഞാലും മനസ്സിൽ സുഖത്തോടു വളരും കാലത്തിങ്കൽ വിശ്വരക്ഷാർത്ഥം തത്ര വന്നിതു മഹാമുനി. വിശ്വാമിത്രനും അയോധ്യാപുരമകമ്പുക്കു വിശ്വനാഥനെ അപേക്ഷിച്ചോരു നേരമുള്ളിൽ വിശ്വാസത്തോടു രാമലക്ഷ്മണന്മാരെ നൃപൻ അയച്ചാൻ മുനിയോടും അവരും വനം ബുക്കാൻ നയജ്ഞൻ വിശ്വാമിത്രനാകിയ തപോധനൻ ഉപദേശിച്ചാനതി ബലയുമന്ത്രപതി സുതന്മാർക്കു പൈതാഹം കെടുപ്പാനായി അയച്ചു യമപുരി തന്നിൽ താടക തന്നെ ഭയത്തെ കളഞ്ഞു കൗശികനും ബാലന്മാരും. പിന്നെ പോയി സിദ്ധാശ്രമം ബുക്കു യാഗവും കാത്തു സന്നമാക്കിനാൻ സുബാഹു പ്രമുഖന്മാരെയും. ഖിന്നനായി വണങ്ങും മാരീജനു വരം നൽകി പന്നകാഭരണവിൽ കാണുവാനായി പുറപ്പെട്ടു. സന്നദ്ധന്മാരായ മുനി തന്നോടും കുമാരന്മാർ ത്വന്യാമഹല്യതൻ ശാപമോക്ഷവും നൽകി മിഥിലബുക്കു പുരമഥനൻ തൻ്റെ വില്ലും മഥനം ചെയ്തു സീതാവരനായോരു ശേഷം ഭരത ശത്രുഘ്നന്മാരോടു മാതാക്കന്മാരും ഗുരുവാം വസിഷ്ഠനും താതനും വന്ന ശേഷം അനുജന്മാരും